ഹലോ ഹലോ മാഷേ. ആഹാ പറയൂ. അവിടെ എങ്ങനെയുണ്ട്? ഞാൻ പോകുന്നത് മാഷിനും ഫ്രണ്ടിനും ഇടങ്ങേറായില്ലേ? ഏയ് അത് കുഴപ്പമൊന്നുമില്ല. മറ്റയാള് വീട്ടിൽ പോയി, പുള്ളിയുടെ ഭാര്യ ഒറ്റക്കാണ് വീട്ടിലെ. അയ്യോ, എന്നാ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് പോരാം. ഹേയ് എൻ്റെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി. ബണ്ണാണോ? പണ്ണോ? ആ പണ്ണോളൂ. വേറെന്താ ഉണ്ട്? പാലുണ്ടാവും. ആശുപത്രിയാണ്. ഒരു ചെറിയ ആക്സിഡന്റ് പറ്റതാ. കുഴപ്പമില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് കോളേജിൽ പോട്ടെ. ഞാൻ ചായ ഒന്നും കുടിച്ചില്ല. ഓക്കെ. ആ വണ്ടി ഇടിച്ച പെൺകുട്ടി ഉണ്ടല്ലോ, അത് വരും. ആ പോയിട്ട് വരാം. അല്ല മാഷേ, നിങ്ങൾ ആ വിഗും വെച്ചിട്ട് പോലെ കാണാൻ പോയത്? നിങ്ങൾ ആളൊരു വമ്പൻ തന്നെ കേട്ടാ. റഹീമ, നിങ്ങൾ അതും പറഞ്ഞിട്ട് കണക്ക് കയറ്റിക്കല്ല കേട്ടോ. എല്ലാം കൂടി എത്രയായി? 9341 രൂപ. പിന്നെ ചായ, ബണ്ണ് പോലെ അതിൻ്റെ പൈസ എക്സ്ട്രാ. സാരില്ല മാഷേ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ശ്രീധരത്തിൽ കൂട്ടി വാങ്ങാലോ. നിങ്ങൾ എന്നെ കളിയാക്കുക? എപ്പോഴാണ് ഡിസ്ചാർജ്? ഉച്ചയാവുന്ന പറഞ്ഞു. എന്നാ പിന്നെ സമയം കളയണ്ട മാഷേ, എളുപ്പം തന്നെ പോയിക്കോ. ചൂടാറായി പിന്നെ ചോദിക്കാൻ പറ്റൂല. അത് പോയിന്റ്. ഫോണിട്ടു. കറക്റ്റ് പോയിന്റ് അത്. ഫോണ്. ആ സോറി, ഞാനേ. ശരി മാഷെ. ചിന്നു, മാഷേ, എവിടെ പോണു? മൂപ്പരെ വീട്ടിൽ കൊണ്ടാക്കണം എന്നാ ഡോക്ടർ പറഞ്ഞേ. ആണോ? പുള്ളിയുടെ വീട് എവിടെ? തിരുവനന്തപുരത്തെന്നാ പറഞ്ഞേ. ഓ, ഞാനും പറയാം. തിരൂരിലേക്കോ? മാഷിന് ബുദ്ധിമുട്ടാവില്ലേ? ഇല്ലില്ല, ഞാൻ എന്തായാലും ഹാഫ് ഡേ ലീവ് കൊടുത്തു. ആണോ? നന്നായി. അതാകുമ്പോ ഒരു കമ്പനി ആവുമല്ലോ. മാഷ് കയറി കഴിഞ്ഞു. ഹോസ്പിറ്റലിലെ ബില്ല്. എക്സ്റേ സ്കാനിങ്. ശരി മാഷേ. മാഷിന് എന്തായാലും ഉറക്കമൊക്കെ ശരിയായില്ലേ? ഹേയ്, വല്ലപ്പോഴും ഒരു ബ്രേക്കല്ലേ, അത് രസമാണ്. ബസ്സിൽ പോയാ അറിയാന്നാ പറഞ്ഞേ. നമ്മുടെ ബസ്സിൽ പോയപ്പോഴായിരുന്നല്ലേ.
പക്ഷെ മൂപ്പർക്ക് കാറിൽ തന്നെ പോയാൽ മതി. താങ്ക്സ് മാഷെ. വണ്ണില്ല ഇവിടെ. പറഞ്ഞില്ലേ ആ ബസ് സ്റ്റോപ്പ് എത്തിട്ടാ. നിങ്ങൾ വലത്തോട്ട് അതന്നെ എനിക്കറിയാലോ. വലത്തോട്ട് ആ നിർത്തിക്കോ. നമ്മുടെ ഇറങ്ങിക്കോളാം. ഹംസല്ലേ ഇത്? എന്താ കാറൊക്കെ? അതെ, ഈ അങ്ങാടിയിൽ ഒരു കാറിൽ വന്ന് ഇറങ്ങണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് നടന്നു. വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാം, ഞാൻ പോയിക്കോളാം. താങ്ക്സ്. മാഷെ ഒരു കാര്യം ചോദിക്കട്ടെ? ഓ, മാഷ ആദ്യമായിട്ട് പെണ്ണ് കണ്ടത് എന്നെയാണോ? എന്താ അങ്ങനെ ചോദിച്ചു? ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ജോലിയിൽ പെർമനന്റ് ആയതിനു ശേഷം ഞാൻ 2-3 കുട്ടികളെ പോയി കണ്ടു. ഒന്നും ശരിയായില്ല. ചിന്നു എന്താ ലേറ്റ് ആയത്? അയ്യോ, എനിക്ക് 25 വയസ്സായിട്ടുള്ളൂ. 25 വയസ്സുള്ളൂ? ഓഹോ, കണ്ടാ തോന്നൂലേ? അന്നങ്ങനെ സംഭവിച്ചാലും ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഇല്ല മാഷെ. ആദ്യമായിട്ടാണ് വിഗ് വെച്ചത്. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ കയ്യിൽ വന്ന് പെട്ടാണ്. എന്നാ വിഗ് പറഞ്ഞതിന് ശേഷം എനിക്ക് അവിടെ നിൽക്കാൻ തോന്നില്ല. അതാണ് ഞാൻ ഓടിക്കളഞ്ഞത്. ഒന്നും സാരമില്ല മാഷെ. അത് ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായത് വിഗാണെന്ന്. ആണല്ലേ? ഇതാണ് എന്റെ വീട്. കേറുന്നില്ലേ? ഇല്ല, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വരാം. ഓ നല്ല ലേറ്റ് ആയിരുന്നു. ശരി ശരി മാഷെ. മാഷെ ഒരു മിനിറ്റ്, ഞാൻ ബില്ലിന്റെ പൈസ തരാൻ വേണ്ടി. ഏയ് പൈസ ഒരു വിഷയമല്ല കേട്ടോ. സൗകര്യം പോലെ വന്നാൽ മതി. എന്റെ കയ്യിലുണ്ട്. മാഷെ എത്രയെന്ന് പറഞ്ഞാൽ ഞാൻ കൂട്ടി നോക്കിയിട്ടില്ല. ഇതൊരു 10,000 റുപ്പീസ് ഉണ്ട്. 650 രൂപ കൂടുതലാ? മാഷ് കൂട്ടി നോക്കിയില്ലെന്ന് പറഞ്ഞിട്ട്. അല്ല, ചെറിയൊരു ഐഡിയ ഉണ്ടാവുമല്ലോ മൊത്തത്തിൽ. കുഴപ്പമില്ല മാഷ്, എനിക്കൊരു കേക്ക് വാങ്ങി തന്നാൽ മതി. എനിക്ക് പരിചയമുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ പോവാം. ഓ ശരി മാഷെ. ശരി. ഓക്കെ, പോണേ മാഷെ. ബൈ. ചേട്ടാ പോവാം.